ഒരു ആപ്പിന്റെ ലോഞ്ച് സ്റ്റോക്ക് മാർക്കറ്റിനെ ഓൾമോസ്റ്റ് $1 ട്രില്യൺ ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഓപ്പൺ എയുടെയും ചാറ്റ് ജിപിടിയുടെയും അന്തകനായിട്ടുള്ള ഡീപ് സീക്കിനെ പറ്റിയിട്ടാണ്. ചാറ്റ് ജിപിടിയുടെ അന്തകനാണെന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലും അന്തകനാണ് കേട്ടോ. കോസ്റ്റിംഗിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഓൾമോസ്റ്റ് 20x കോസ്റ്റ് റിഡക്ഷൻ ആണ് വന്നിട്ടുള്ളത്. മാത്രമല്ല ഇതൊരു ഓപ്പൺ എ സോഴ്സ് ആണ്. പലരും ചാറ്റ് ജിപിടിയുടെ പെയ്ഡ് വേർഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡീപ് സീക്കിന്റെ നോൺ പെയ്ഡ് വേർഷൻസിൽ ചാറ്റ് ജിപിടിയുടെ സെയിം പെർഫോമൻസും സെയിം ഔട്ടും ഈവൻ ബെറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടെന്ന് വരെയാണ് പറയുന്നത്. ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്രാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് മേജർ ആയിട്ട് ചിപ്പ് മാനുഫാക്ചേഴ്സിനാണ്. എൻവിഡിയയുടെ ഓൾമോസ്റ്റ് 17% ക്രാഷ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, വളരെ കുറച്ച് ചിപ്പ് സെറ്റുകളുടെ യൂസേജ് മാത്രമേ ഡീപ് സീക്കിനകത്ത് വരുന്നുള്ളൂ. ഇതിന്റെ ഫൗണ്ടിംഗ് കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ഇതൊരു മേജർ ഡെവലപ്പിംഗ് കമ്പനിയോ കാര്യങ്ങളൊന്നും അല്ല. ഇവർ ആക്ച്വലി ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനി ഒരു സൈഡ് ഹസൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് പ്രോജക്റ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങിയതാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറയുന്നത് ഇവർക്ക് ആക്ച്വലി ക്രിപ്റ്റോ മൈനിങ് കമ്പനികളും അതേപോലെ തന്നെ ഇവർക്ക് കുറച്ചധികം GPUസും വന്ന സമയത്ത് ഒരു സൈഡ് പ്രോജക്റ്റ് ആയിട്ട് മാത്രം തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് ആണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സൈഡ് പ്രൊജക്റ്റ് ആണ് ഇപ്പോൾ ഹോൾ ഇൻഡസ്ട്രിയെ തന്നെ മാറിയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് ഓപ്പൺ എക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ആയിട്ടുണ്ട്. ഓപ്പൺ സോഴ്സ് ആക്കിയത് കൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ചീപ്പർ ആവാനും നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ്സും ഇംപ്രൂവ്മെന്റ്സും ഇന്നോവേഷൻസും ഈ ഫീൽഡിനകത്ത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ എന്ന് കമന്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ ഡീറ്റെയിൽ മെസ്സേജ്.